ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതാണ് അടുത്ത സെക്ഷനായിട്ട് വരുന്നത്. ഇത് നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക് അല്ല, ബട്ട് ഇതിൽ നിന്നും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു 2 മാർക്കിൻ്റെ സെക്ഷനിൽ ക്വസ്റ്റ്യൻ കണ്ടുവരുന്ന സെക്ഷനാണ്. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി സിംപ്ലി മീൻസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുകളുടെ ആ ഒരു ഡയമെൻഷൻ, അത് എത്ര പവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് എത്രത്തോളം ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നോർമലി ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും കുറിച്ച് പറയുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് മാസ്, ലെങ്ത്, ടൈം എന്നൊക്കെ പറയുന്നത്. ഈ മാസ്, ലെങ്ത്, ടൈമിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എടുക്കണം. അതായത് മാസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം ആണ്, ലെങ്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൽ ആണ്, ടൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടി ആണ്. ക്യാപിറ്റൽ ലെറ്റർ എം, എൽ, ടി. ഈ 3 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് ഏത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുവാൻ സാധിക്കും. ഇത് കൂടാതെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയാം. ടെമ്പറേച്ചർ ഉപയോഗിക്കാം, കറണ്ട് ഉപയോഗിക്കാം, നമ്മളുടെ SI സിസ്റ്റത്തിൽ വരുന്ന മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കാം. ടെമ്പറേച്ചറിൻ്റെ ഫസ്റ്റ് ലെറ്ററും ടി ആണ്, ടൈമിൻ്റെ ലെറ്ററും ടിക്ക് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ ആ ഒരു അർത്ഥത്തിൽ അതിൻ്റെ ഡയമെൻഷൻ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ കെ ആണ്. ദെൻ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്, ആംബിയർ സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നതിന് സാധാരണയായിട്ട് ഇലക്ട്രോ ഡൈനാമിക്സ് ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ഐ ആണ്. അപ്പോൾ എം, എൽ, ടി, കെ, ഐ ഈ ലെറ്റേഴ്സ് സൂചിപ്പിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ച് ഫിസിക്സ് റിലേറ്റഡ് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് അത് എത്രത്തോളം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മുമ്പത്തെ ക്ലാസ്സുകളിലും മറ്റും പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് പല രീതിയിൽ പലയിടങ്ങളിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ആ പലയിടങ്ങളിൽ പല രീതിക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് മാറ്റി ഒരു സിംഗിൾ രീതിക്ക് കൊണ്ടുവന്നതാണ് നമ്മൾ SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് കാര്യമാണ് ഓർത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ വെലോസിറ്റിയെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്നാണ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ കാറിലും മറ്റും പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സ്പീഡ് എന്നൊക്കെ പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് പലയിടങ്ങളിലും സൂചിപ്പിക്കുന്നത്, കിലോമീറ്റർ പെർ അവർ. അപ്പോൾ പല യൂണിറ്റുകളിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഈ എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു സിംഗിൾ ഡയമെൻഷൻ ഫോർമുല എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ഡയമെൻഷൻ ഫോർമുല വേരിയൻ്റ് അല്ല. ഡയമെൻഷൻ ഫോർമുല ഫോർ എ പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഓൾവേസ് എ യൂണിക് വൺ. യൂണിക് ആയിരിക്കും, അതിനൊരൊറ്റ ഡയമെൻഷൻ ഫോർമുല ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നോർമലി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല തന്നു കഴിഞ്ഞാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് യൂണിവേഴ്സിലുള്ള എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതും എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയമെൻഷൻ ഫോർമുല എഴുതാൻ പറഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ അത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ ആദ്യം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്ന ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതണം. ഇവിടെ സ്പീഡിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്. അപ്പോൾ ലെങ്തിൻ്റെ കറസ്പോണ്ടിങ് ഡയമെൻഷൻ ഫോർമുല L ആണ്. ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ എന്തുവാണ്? ലെങ്ത് ആണ്, L ആണ്. L ഡിവൈഡഡ് ബൈ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ എന്താണ്? T ആണ്. ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ T ആണ്. Therefore എന്തെന്ന് കിട്ടും? L per T അല്ല, ഈ T മുകളിൽ കയറുമ്പോൾ എന്താവും? LT raised to -1. ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ
ഡയമെൻഷൻ ഫോർമുല എന്താണ്? L t raised to minus 1 എന്ന് പറയും. ലെങ്തിന്റെ യൂണിറ്റ് എന്തുവാണ്? സ്റ്റാൻഡേർഡ് മീറ്റർ ആണ്. ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഒരു ഡയമെൻഷൻ ഫോർമുല തന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. എന്തിന്റെ യൂണിറ്റ്? സ്പീഡിന്റെ യൂണിറ്റ് അതാണ്. ഡയമെൻഷൻ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയറക്റ്റ് ഉള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക. ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ലെറ്റേഴ്സ് നോക്കി കറസ്പോണ്ടിങ് എഴുതുക. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ അതൊരു ലെങ്ത് ആണ്, എല്ല് വഴി. ബ്രെഡ്ത്ത് അതും ഒരു ലെങ്ത് ആണ്, അതും ഒരു നീളത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് എൽ ഇൻറ്റു എൽ എന്ന് പറയുന്നത്. എന്ത് കിട്ടും? എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. ഇതാണ് അതിന്റെ ഡയമെൻഷൻ ഫോർമുല ഓഫ് എ ഏരിയ. ഇനി ചിലർ ഈ എൽ സ്ക്വയർ എന്ന് എഴുതിയിട്ട് എൽ സ്ക്വയറിനോട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കി എക്സ്പ്രസ് ചെയ്യുന്നവരുണ്ട്. അതും ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ കറക്റ്റ് ആണ്. എൽ ടി റേസ് ടു മൈനസ് 1 ആ ഡയമെൻഷൻ ഫോർമുല ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തായിട്ട് ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതും തെറ്റല്ല. ഡയമെൻഷൻ ഫോർമുലയെ ജസ്റ്റ് ലെറ്റേഴ്സ് ആയിട്ട് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം, ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തായിട്ട് വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം. ഈ ഡയമെൻഷൻ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ യൂണിറ്റ് എഴുതാം? എൽ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ലെങ്ത് ആണ്. ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. മീറ്ററിന്റെ എന്ത് എഴുതാം? സ്ക്വയർ ഇട്ടാൽ മതി. നോർമലി ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വോളിയം. വോളിയം എന്ന് പറയുന്നതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നതിന്റെ ഡയമെൻഷന് എല്ലാണ്, ബ്രെഡ്ത്തിന്റെ ഡയമെൻഷനും എല്ലാണ്, ഹൈറ്റിന്റെ ഡയമെൻഷനും എല്ലാണ്. എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്ത് കിട്ടും? എൽ ക്യൂബ് എന്ന് കിട്ടും. എൽ ക്യൂബ്. യൂണിറ്റ് എങ്ങനെ എഴുതാം? ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ റേസ് ടു 3. ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഒരു ഡയമെൻഷൻ ഫോർമുല എന്ന് നമുക്ക് എന്തു എഴുതാം? യൂണിറ്റ് എഴുതാം. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. മാസ് എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ ഫോർമുല ഡയമെൻഷൻ എന്താണ്? മാസിൻ്റെത് ക്യാപിറ്റൽ എം ആണ്. ബൈ വോളിയം, വോളിയത്തിന്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ഡയമെൻഷൻ? എൽ ക്യൂബ് ആണ്. ദാറ്റ് ഈസ് എം എൽ റേസ് ടു മൈനസ് 3. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എൽ ക്യൂബിന് ന്യൂമറേറ്ററിലോട്ട് എടുക്കുമ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് സൈൻ വരും. എം എൽ റേസ് ടു മൈനസ് 3. ഇതിനൊന്നും ടി ഇല്ല. സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഡയമെൻഷൻ ഫോർമുല പറയുന്നത് എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ടി റേസ് ടു ഇസഡ് എന്നാണ് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന മാസിന്റെ പവർ, വൈ എന്ന് പറയുന്നത് ലെങ്തിന്റെ പവർ, ഇസഡ് എന്ന് പറയുന്നത് ടിയുടെ പവർ. സാധാരണയായിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എടുക്കുക, ഈ 3 ഡയമെൻഷൻസും വേണം. ഇവിടെ എം ഉണ്ട്. എൽ ടി റേസ് ടു മൈനസ് 1 എം ഇല്ല. എം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? എം റേസ് ടു 0, എൽ ടി റേസ് ടു മൈനസ് 1 എന്നാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുന്നത്. ഇതും എഴുതുന്ന കറക്റ്റ് തന്നെയാണ്, ഇതും എഴുതുന്നത് കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. കാരണം ഇവിടെ എമ്മിന് ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല എന്നുള്ള മീനിങ്ങിലാണ് എം റേസ് ടു 0 കൊടുക്കുന്നത്. കാരണം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഏതൊരു സംഖ്യയുടെ പവർ 0 ആയാൽ അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഏതൊരു സംഖ്യയുടെ പവർ 0 ആയാൽ വാല്യൂ 1 ആയിരിക്കും. അതുകൊണ്ട് 1 ഇൻറ്റു ആ ക്വാണ്ടിറ്റി എഴുതിയാൽ ആ ക്വാണ്ടിറ്റി തന്നെ കിട്ടും. അതുകൊണ്ടാണ് എം റേസ് ടു 0 ഇട്ട് എഴുതുന്നത്. ഇവിടെ നോക്കൂ, എൽ സ്ക്വയർ വന്നു. എൽ സ്ക്വയർ വന്നു. എമ്മിന്റെ എന്തെങ്കിലും പവർ ഉണ്ടോ? ഇല്ല. എം റേസ് ടു 0 എൽ സ്ക്വയർ. ജിയുടെ ഒന്നുമില്ല. ടി റേസ് ടു 0 നോക്കാം. എം റേസ് ടു 0 എൽ സ്ക്വയർ ടി റേസ് ടു 0 എന്ന് എഴുതാം. വോളിയത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ എന്താണ്? എൽ ക്യൂബ് ആണ് വന്നത്. ദാറ്റ് ഈസ് എമ്മിന്റെ ഒരു പവറും ഇല്ല, എല്ലിനാണെങ്കിൽ ക്യൂബ് പവറാണ്, ടിക്കും ഒന്നുമില്ല. ദാറ്റ് ഈസ് എം റേസ് ടു 0 എൽ റേസ് ടു 3 ടി റേസ് ടു 0 എന്ന് പറഞ്ഞു. ഇവിടെ ഡെൻസിറ്റി എം എൽ റേസ് ടു മൈനസ് 3. ഇതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാം? എം മാസ് ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. കിലോഗ്രാം മീറ്റർ റേസ് ടു ബാക്കിയുള്ള സംഖ്യ കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് 3 യൂണിറ്റ് ആയിട്ട് വരും.
എഴുതുന്നത്. ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ഫിസിക്സിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകളെ ഡയമെൻഷൻസ് വെച്ച് മാസ്, ലെങ്ത്, ടൈം വേണമെന്നുള്ള കേസുകളിൽ ടെമ്പറേച്ചറും കറണ്ടും വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്ന പേരാണ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡയമെൻഷൻ ഫോർമുല എപ്പോഴും ഒന്നായിരിക്കും, പക്ഷെ യൂണിറ്റ് എന്തായിരിക്കും? വ്യത്യാസം വന്നിരിക്കും. ഇനി യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. അത്തരം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആംഗിൾസ് എന്ന് പറയുന്നത്. ആംഗിളിന് യൂണിറ്റ് ഉണ്ട്. ആംഗിളിന് എന്തുണ്ട്? യൂണിറ്റ് പ്രസന്റ് ആണ്. യൂണിറ്റ് എന്തൊക്കെ വരുന്നത്? 180 ഡിഗ്രി, 180 ഡിഗ്രി, അതായത് ഡിഗ്രി ആംഗിളിന്റെ ഒരു യൂണിറ്റ് ആണ്. വേറൊരു യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ റേഡിയൻ, പൈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗിളിന്റെ യൂണിറ്റുകളാണ് ഡിഗ്രിയും റേഡിയനും എന്ന് പറയുന്നത്. എന്നാൽ അതിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ആംഗിൾ ഹാസ് നോ ഡയമെൻഷൻസ്. അപ്പോൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറഞ്ഞാൽ ആംഗിൾ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആംഗിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ലെങ്ത് ആണ്, ദാറ്റ് ഈസ് ഡയമെൻഷൻ വരുമ്പോൾ ലെങ്ത് വരും. റേഡിയസ് ഒരു ലെങ്ത് ആണ്. L by L എന്താണ് വരുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. എന്തെങ്കിലും ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. എമ്മും ഇല്ല, എല്ലും ഇല്ല, ടിയും ഇല്ല, കെ ഇല്ല, ഐ ഇല്ല. അപ്പം ആംഗിൾ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഫിസിക്കൽ സ്റ്റേറ്റ്. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയിലുള്ള സ്റ്റേറ്റ് പോലെ അല്ല. കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരു മാറ്ററിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, വേപ്പർ അല്ലെങ്കിൽ ഗേഷ്യസ്. ഇതാണ് കെമിസ്ട്രിയിലുള്ള ഒരു മാറ്ററിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടുണ്ട് നാലാമത്തെ സ്റ്റേറ്റ് പ്ലാസ്മ എന്ന് പറയും. ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ പലരും കേട്ടിട്ടുണ്ടായിരുന്നു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് അഞ്ചാമത്തെ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. എന്നാൽ ഫിസിക്സിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഫിസിക്സിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോർമലി റിലേറ്റഡ് ടു മെക്കാനിക്സ് ആണ്. മോഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്താണ് ഫിസിക്സിലെ സ്റ്റേറ്റ് പറയുന്നത്. ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ് only 2 types of states are there. ഏതൊക്കെ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റുകളാണ് ഫിസിക്സിൽ ഉള്ളത്. ഇതിൽ മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ് എന്നുള്ള കാര്യം പറയുന്നത് ഒരു ഒബ്സർവറിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു സ്റ്റേറ്റ് ഓഫ് മോഷനിലാണെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒബ്സർവറിനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്താണ് ഒരു കാര്യം റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയുന്നത്. ഫിസിക്സിലുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനുമാണ്. ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും ഒക്കെ പറയുന്നത് ഒരു ഒബ്സർവറിനെ റിലേറ്റ് ചെയ്ത്. ഒബ്സർവർ എന്ന് വെച്ചാൽ ഒരു മോഷനെ ഒബ്സർവ് ചെയ്യുന്ന ആ വ്യക്തിയെ പറയുന്ന പേരാണ് ഒബ്സർവർ എന്ന് പറയുന്നത്. ആ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? വേറെയാണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അത് ഇംഗ്ലീഷിലെ കാര്യം. ഇവിടെ ഫിസിക്സിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്ന ആ വസ്തുതയെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്സർവർ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പം ഈ ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒബ്സർവർ ആണ്. ഈ ഒബ്സർവറിനെ അടിസ്ഥാനമാക്കിയാണ് ആ വസ്തു മൂവിങ് ആണോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണോ റെസ്റ്റിലാണോ എന്നുള്ള കാര്യം പറയുന്നത്. അതായത് ഒരു 5 സെക്കൻഡിൽ വാച്ച് ഓഫ് ഓണാക്കി കൊണ്ടുവരും. 11 മണിക്ക് രാവിലെ 11 മണിക്ക് ഈ ഒബ്സർവർ ഈ ഒബ്ജക്റ്റിനെ നോക്കിയപ്പം ഇത് ഇതേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. 11 മണി കഴിഞ്ഞ് ഒരു 11:30 കഴിഞ്ഞിട്ട് വീണ്ടും നോക്കിയപ്പോൾ ഒബ്സർവർ ഈ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്തപ്പോൾ വീണ്ടും ആ ഒബ്ജക്റ്റ് അതേ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറയാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറയാം. ഈ ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ഈ ഒബ്സർവറിനെ സംബന്ധിച്ച് ഈ ഒബ്ജക്റ്റ് എന്താണ്? റെസ്റ്റിലാണെന്ന് പറയാം. അതായത് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് മോഷൻ ആൻഡ് റെസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഒബ്സർവർ ആൻഡ് object. If the position of a object is
the position of a object in space do not change with time. The position of a object do not change with time with respect to the observer. ഈ ഒബ്സർവറിനെ റിലേറ്റ് ചെയ്ത് ടൈമിനനുസരിച്ച് ഈ ഇത് തമ്മിലുള്ള പൊസിഷൻ അത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതേ പൊസിഷനിലാണെങ്കിൽ ആ പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാൾ നോക്കുന്നു, ക്ലാസ്സിന് പുറത്തുനിന്ന് ഒരാൾ എന്നെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്താ നടക്കുന്നത്? ഞാനിവിടെ നിൽക്കുന്നു. ആ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൊസിഷൻ ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം എന്തെന്ന്, ഞാൻ റെസ്റ്റിലാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ആ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഒബ്സർവർ ഈ ക്ലാസ്സിന് പുറത്തല്ല, ഈ പ്ലാനറ്റിന് പുറത്തുനിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു, എർത്തിന് പുറത്തു നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു. നമുക്കറിയാം എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? സ്വയം കറങ്ങുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സണ്ണിന് പരിക്രമണം ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും? ആ വ്യക്തിയെ സംബന്ധിച്ച്, അതായത് മൂണിലിരുന്ന് ഒരാൾ എന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എർത്തിന്റെ അതേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്? എൻ്റെ പൊസിഷൻ ഓരോ ടൈമിലും മാറുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ മൂണിൽ നിന്നും എർത്തിലിരിക്കുന്ന എന്നെ ഒബ്സർവ് ചെയ്തു. ആദ്യത്തെ സമയം ഇവിടെയാണ്, പിന്നീട് എൻ്റെ പൊസിഷൻ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയായിട്ട് വന്നിരിക്കട്ടെ. അപ്പോൾ ആ വ്യക്തി നോക്കുമ്പോൾ എൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒബ്സർവർ മൈ പൊസിഷൻ ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അപ്പോൾ ആ സമയത്ത് പറയും ഞാൻ എന്തിനല്ല, റെസ്റ്റിലല്ല, മോഷനിലാണെന്ന് പറയും. അപ്പോൾ റെസ്റ്റും മോഷനും ഒക്കെ എപ്പോഴും പറയുന്നത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്സർവറിനെ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത്, റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ആ ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം, ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ റെസ്റ്റിലെന്നും, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അതിനെ പറയാം ആ ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഒരു 11 മണിക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഇത്ര ഡിസ്റ്റൻസിലായിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. 11 മണി കഴിഞ്ഞ് ഒരു 11:04 ആയപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ഇത്രയും ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് പൊസിഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. പൊസിഷൻ ചേഞ്ച് ചെയ്തു വിത്ത് ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒബ്സർവർ. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അത് ഒരു ഒബ്സർവറിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് ഡു നോട്ട് ചേഞ്ച് വിത്ത് ഒബ്സർവർ വിത്ത് ടൈമിനനുസരിച്ച് ഡു നോട്ട് ചേഞ്ച് ആണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയാം. ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് ചേഞ്ച് വിത്ത് ടൈം വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഈസ് നോൺ ആസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് സ്റ്റേറ്റ് വെച്ച് ഫിസിക്കൽ സ്റ്റേറ്റിന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ആ മോഷന് ടൈപ്സ് ഓഫ് മോഷൻ ഒരു ഇതുണ്ട്, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ആ മോഷനെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു കോർഡിനേറ്റ് മതിയെങ്കിൽ, കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എക്സ് വൈ സെഡ് എന്നൊക്കെ പറയുന്നത് ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതിന് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ പറയും. അത്ര ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഒരു എക്സാമ്പിൾ മുഖേന നമുക്ക് പറയാം. 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത് മോഷൻ ഓഫ് എ ട്രെയിൻ ഓൺ എ ട്രാക്ക്. മോഷൻ ഓഫ് എ ട്രെയിൻ ഓൺ എ ട്രാക്ക്. ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത്? ഇതേപോലെയുള്ള ട്രാക്കിൽ കൂടെ എപ്പോഴും ഒരേപോലെയാണ് പോകുന്നത്. അതിന് മുകളിലോട്ട് ചാടാനോ തിരിയാനോ എടുക്കാനോ വളവിലൊക്കെ തിരിയും. വളവിലാണെങ്കിൽ തിരിയുന്ന പോലും അതൊരു പർട്ടിക്കുലർ ലെങ്ത് വെച്ചേ പറ്റത്തുള്ളൂ. അതായത് ട്രെയിനിന്റെ മോഷൻ എപ്പോഴും ഒരു ലൈനിനായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്. ദാറ്റ് മീൻസ് ട്രാക്കിലൂടെ മാത്രമേ അതിന് പോകാൻ പറ്റത്തുള്ളൂ. അതായത് അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ മതി, ലെങ്തിന്റെ ഒരു ഡയമെൻഷൻ മതി. എന്താണ് മോഷൻ ഓഫ് എ ട്രെയിൻ ഓൺ എ ട്രാക്ക്? ഇപ്പം ബസ്, ഒരു റോഡിൽ കൂടെ ഓടുന്ന ബസ്, അല്ലെങ്കിൽ നൂലിൽ കൂടെ പോകുന്ന ഒരു ഉറുമ്പ്, അതൊക്കെ ഈ നൂലെന്ന് പറയുന്നത് ഒറ്റ ഡയമെൻഷനാണ്. ലെങ്ത് എന്ന് പറഞ്ഞ ഒറ്റ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പം 1
മോഷൻസ്, അതിൽ കൂടെയുള്ള മോഷൻസ് പറയാൻ നമുക്ക് രണ്ട് ഡയമെൻഷൻസ് ആണ് വരുന്നത്. ഒന്ന് ലെങ്തും വേണം, ഒന്ന് ബ്രെഡ്ത്തും വേണം. അല്ലെങ്കിൽ എക്സും വൈ കോർഡിനേറ്റ് സിസ്റ്റം, എക്സ് എന്ന് പറഞ്ഞതും വൈ എന്ന് പറഞ്ഞ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം വേണം. കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നില്ല. മോഷൻ ഓഫ് എ ബോട്ട് ഇൻ എ ലേക്ക് അല്ലെങ്കിൽ മോഷൻ ഓഫ് ആൻ ആറ്റ് ത്രൂ ബോർഡ്, അതായത് പ്ലെയിനിൽ കൂടെയുള്ള മോഷൻസുകൾ പറയുന്ന പേരാണ് ടു ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. പ്ലെയിനിൽ കൂടെയുള്ള മോഷൻസുകൾ പറയുന്ന പേരാണ് ടു ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. ഇനി ത്രീ ഡയമെൻഷൻ മോഷൻ ഉണ്ട്. ത്രീ ഡയമെൻഷൻ മോഷൻ എന്ന് വെച്ചാൽ മോഷൻ ഓഫ് എ ബട്ടർഫ്ലൈ ഇൻ എയർ. അതിൻ്റെ മോഷൻ ഒരു ഇതിലും റെസ്ട്രിക്റ്റഡ് അല്ല. അതിന് നടന്നു പോവാം, പറന്നു പോവാം, പറക്കുന്ന ഇങ്ങോട്ട് പറക്കാം, നിങ്ങളുടെ അടുത്തോട്ട് പറക്കാം, പിറകിലോട്ട് പറക്കാം, ലെഫ്റ്റിലോട്ട് പറക്കാം, റൈറ്റിലോട്ട് പറക്കാം, ഏത് സൈഡിലോട്ടും നോക്കാം. അതിന് നമ്മൾ 3 കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് വേണം അതിൻ്റെ മോഷൻ പറയാനുള്ള. ദാറ്റ് ഈസ് 3 കോർഡിനേറ്റ് സിസ്റ്റം വേണമെന്നുള്ള മീനിങ്ങിലാണ് 3 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂൾ ഗ്യാസ് മോളിക്യൂൾസ് ഇൻ എ വെസൽ, ഒരു വെസലിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ്, അതിൻ്റെ മോഷൻ ഈ ലൈനിൽ കൂടെ പോകാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന് എങ്ങോട്ട് വേണോ അതിനെ ട്രാവൽ ചെയ്യും. ഉയരം, താഴാം, ഇടത്തോട്ട് പോകാം, വലത്തോട്ട് പോകാം, എങ്ങോട്ട് പോകാൻ വേണമെങ്കിലും പോവാം. അപ്പോൾ 3 കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് അതിൻ്റെ മോഷൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്തരം മോഷനെ പറയുന്ന പേരാണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് 1 dimension, 2 dimension, 3 dimension മോഷൻ ആണ്. If the motion of an object is restricted through a line, ലൈനിൽ കൂടെ മാത്രമേ ഒരു മോഷൻ പറയാൻ പറ്റുള്ളെങ്കിൽ ആ മോഷനെ പറയാൻ നമുക്ക് ഒരു കോർഡിനേറ്റ് സിസ്റ്റം മതി. അതുകൊണ്ടാണ് 1 dimension മോഷൻ എന്ന് പറയുന്നത്. If the motion of an object is restricted in a plane, പ്ലെയിനിലാണ് ഒരു വസ്തുവിൻ്റെ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് 2 dimension മോഷൻ, 2 dimension കോർഡിനേറ്റ് സിസ്റ്റം വേണം. അതുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ മോഷനെ പറയുന്ന പേര് 2 dimension മോഷൻ എന്ന് പറയും. Then next 3 dimension മോഷൻ എന്ന് വെച്ചാൽ the motion of an object is do not restricted in 3 coordinate system. Its motion can be explained via 3 coordinate system. So it is known as 3 dimension motion. Example എന്ന് പറയുന്നത് motion of a butterfly in air, molecules, gaseous particles in a vessel. ഇതൊക്കെ എക്സാമ്പിൾ ആണ്, 3 dimensional മോഷന് എക്സാമ്പിൾ ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് അതിൻ്റെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലയോ എന്നതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ അടിസ്ഥാനമാക്കി, ദാറ്റ് ഈസ് ക്രൈറ്റീരിയ എന്ന് പറയും, ആ കണ്ടീഷനെ അടിസ്ഥാനമാക്കിയാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന ക്ലാസിഫിക്കേഷൻ വന്നത്. അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ബേസിസിൽ. ഇനി വേറൊരു ബേസിസിൽ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനാണ്. മാഗ്നിറ്റ്യൂഡിനെയും ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിന് അനുസരിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അടുത്ത സെക്ഷനിൽ വരുന്നത്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആദ്യത്തെ ക്ലാസ്സിനെ പറഞ്ഞിരുന്നു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മളിപ്പോൾ മാസാണ് മെഷർ ചെയ്യുന്നെങ്കിൽ 10 കിലോഗ്രാം അല്ലെങ്കിൽ 5 മീറ്റർ എന്ന് പറഞ്ഞൊരു ലെങ്ത് മെഷർ ചെയ്തപ്പോൾ കിട്ടിയെങ്കിൽ അതിൻ്റെ ഈ ന്യൂമറിക്കൽ വാല്യൂവിനെ, ഈ നമ്പറിനെ പറയുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ്. ആ നമ്പറിനെ പറയുന്ന പേരാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്ത് കഴിയുമ്പോൾ മാഗ്നിറ്റ്യൂഡും വരും, പിന്നെ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റും. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് പറയുന്നത്. സിമിലർലി ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന അതിനെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ ദിശ അല്ലെങ്കിൽ അത് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അടുത്ത കേസിൽ വരുന്നത്. ദാറ്റ് ഈസ് സ്കെയിലർ ആൻഡ് വെക്റ്റർ എന്ന് പറയും. ആ ക്ലാസിഫിക്കേഷനിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്താണ്? സ്കെയിലർ, SCALAR, സ്കെയിലർ
ആൻഡ് വെക്റ്റർ. ഇതും വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ള രീതിക്കുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ക്ലാസിഫിക്കേഷനാണ് ഫണ്ടമെന്റലും ഡിറൈവ്. വേറൊരു ക്രൈറ്റീരിയ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസിൽ പലതരത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. പാവപ്പെട്ടവൻ, പണക്കാരൻ, കരയിൽ താമസിക്കുന്നവൻ, കടലിൽ താമസിക്കുന്നവൻ, ആണ്, പെണ്ണ്, ഇന്ത്യക്കാരൻ, നോൺ ഇന്ത്യൻസ്, മലയാളം സംസാരിക്കുന്നവർ, മലയാളം സംസാരിക്കാത്തവർ, അങ്ങനെ പല കണ്ടീഷൻസിൽ നമുക്ക് ഓരോ വസ്തുവകകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിമിലർലി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ബേസ്ഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനിലുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് സ്കെയിലാർസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സ്കെയിലാർ എന്ന് പറയുന്നത് എന്താണ്? ദീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. അതായത് അവർക്ക് എന്തില്ല, ഡയറക്ഷനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അതായത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ആ മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് അല്ല പൊസസ് ചെയ്യുന്നുള്ളൂ, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ദേ ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഉള്ളത് ഡയറക്ഷൻ ഇല്ലാത്ത ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് സ്കെയിലാർ എന്ന് പറയുന്നത്. വെക്റ്റർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പൊസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. The physical quantity which possess both magnitude and direction, which is known as vector quantities. Direction ഉം മാഗ്നിറ്റ്യൂഡും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സ്കെയിലാറിന്റെ അടുത്ത പോയിന്റ് എന്താ? They obey ordinary rules of algebra. They obey ordinary rules of algebra. എന്ന് വെച്ചാൽ ഓർഡിനറി റൂൾസ് എന്ന് പറയുന്നത് അഡിഷൻ, സബ്ട്രാക്ഷൻ എന്നൊക്കെ പറയുന്നതാണ്. സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ, കാരണം നമ്പറിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവ തമ്മിൽ ഒരേപോലത്തെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് തമ്മിലുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ സാധാരണ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. 25 കിലോഗ്രാം അരിയുടെ കൂടെ ഒരു 10 കിലോഗ്രാം അരിയും കൂടി വാങ്ങി. 25 കിലോഗ്രാം അരിയുടെ കൂടെ 10 കിലോഗ്രാം അരിയും കൂടി വാങ്ങി. എന്നാൽ റിസൾട്ടന്റെ ആൻസർ എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ, കിലോഗ്രാം എന്ന് പറയുന്നത് മാസ് ആണ്. മാസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് സാധാ ഓർഡിനറി റൂൾസ് ഓഫ് ആൾജിബ്ര എന്താണ്? നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. 25 10 35 കിട്ടും, പിന്നെ യൂണിറ്റ് അതേപോലെ ഇടും. ഇതാണ് ഈ നമ്പേഴ്സ്. ഏത് നമ്പേഴ്സ്? മാഗ്നിറ്റ്യൂഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ദാറ്റ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. ഡയറക്ഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. ആ സ്കെയിലാർ ക്വാണ്ടിറ്റീസുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ ചെയ്യുന്നത് എല്ലാം സാധാ റൂൾസ് ഓഫ് ഓൾജിബ്ര, ഓൾജിബ്രയിൽ വരുന്ന സാധാ അഡിഷൻ, സബ്ട്രാക്ഷൻ റൂളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് യൂണിറ്റ് കറസ്പോണ്ടിങ് ഇട്ടാൽ മതി. എക്സാമ്പിൾസ്: സ്പീഡ്, ഡിസ്റ്റൻസ്, ഇലക്ട്രിക് കറണ്ട്, പിന്നെയുള്ള ഇപ്പം പറഞ്ഞ മാസ്, ടെമ്പറേച്ചർ, ഇതെല്ലാം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇവയ്ക്ക് ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ട് സെയിം ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ജസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്താൽ മതി. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പം അത് സാധാ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ പറ്റത്തില്ല. എക്സാമ്പിൾ നോക്കി, ഒരു ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. 25 ന്യൂട്ടൺ ഫോഴ്സ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും അതിന്റെ യൂണിറ്റ് ഉണ്ട്. ഫോഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത സയന്റിസ്റ്റ് സർ ഐസക് ന്യൂട്ടൺ ആയതുകൊണ്ട് പുള്ളിക്കാരന്റെ എന്ത് വേണ്ടി അനുസ്മരിച്ച് കൂടുതൽ ഫോഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത് കൊണ്ട് കറസ്പോണ്ടിങ് ഫോഴ്സിനെ ന്യൂട്ടൺ എന്നും യൂണിറ്റിൽ പറയും. അപ്പോൾ 25 ന്യൂട്ടൺ ആണ് ഒരു ഫോഴ്സ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട്. അടുത്ത ഒരു 10 ന്യൂട്ടൺ ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. 25 ന്യൂട്ടൺ അങ്ങോട്ട്, 10 ന്യൂട്ടൺ ഇങ്ങോട്ട്.
എത്രയായിരിക്കും അതിൻ്റെ ടോട്ടൽ എഫക്റ്റ്? ഇതെന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. 25, 10, 35 ന്യൂട്ടൺ എന്ന് എഴുതുന്നത് ശുദ്ധ തെറ്റാണ്. ഇസ് കംപ്ലീറ്റ്ലി റോങ് ആൻസർ. ഡയറക്ഷനും കൂടി ഉണ്ട്. ഇത് ഇങ്ങോട്ട് പോകണം, ഇത് ഇങ്ങോട്ട് പോകണം. അപ്പൊ നെറ്റ് എഫക്റ്റ്, അതായത് റിസൾട്ടന്റ് എഫക്റ്റ് എങ്ങോട്ട് പോകുന്നു നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഡയറക്ഷനും കൂടി ഉള്ളത് കൊണ്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സാധാരണ പോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. The vector quantity has both the magnitude and the direction, so we cannot add using normal or ordinary rules of algebra. അവിടെ നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഏത് വെക്റ്റർ എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയറക്ഷനും കൂടി ഉള്ളത് കൊണ്ട് സാധാരണ രീതിയിൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് വെച്ചാൽ ശരിയാവത്തില്ല. കാരണം ഇതിന്റെ ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പല ഡയറക്ഷനിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഡയറക്ഷനും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ട് അതിനു വേണ്ടി സ്പെഷ്യൽ ലോസ് ഉണ്ട്. ആ ലോസ് ആണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ എന്ന് പറയുന്നത്. In vector, the physical quantities cannot be added or subtracted via ordinary rules of algebra. Some special rules are there. അത് ഏതൊക്കെയാണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷനും ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും. ഇത് എന്താണ് പാരലോഗ്രാം ലോയും ട്രയാങ്കിൾ ലോ എന്നുള്ളത് സെക്കൻഡ് മോഡലിൽ നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ പഠിക്കാം. അപ്പോഴത്തേനും നമുക്ക് ആ സെക്ഷനിലോട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാം. ഇപ്പൊ ജസ്റ്റ് ഈ പോയിന്റ് ഓർത്ത് വെക്കുക. മാഗ്നിറ്റ്യൂഡ് മാത്രം പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ആ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ജസ്റ്റ് ഓർഡിനറി റൂൾസ് ഓഫ് ആൾജിബ്ര ഒബേ ചെയ്താൽ മതി. എങ്കിൽ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് കൊണ്ട് സാധാ റൂൾസിൽ നമുക്ക് അവയെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല. പകരം ചില സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. ആ റൂൾസിന്റെ പേരാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷനും ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും എന്ന് പറയുന്നത്. പിന്നെ എന്ത് ക്ലാസിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമ്പിൾ എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വെക്റ്ററിന് എക്സാമ്പിൾ ആണ്. സ്കെയിലേഴ്സും വെക്റ്റേഴ്സും നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷൻ ചെയ്യാനായിട്ട് എക്സാമിന് മിക്കവാറും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് സെക്ഷൻ വരുന്നത്. സ്കെയിലാർ എന്ന് വെച്ച് ജസ്റ്റ് ഇതേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രം, നോ ഡയറക്ഷൻ. അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏത് ലോ? പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷനും ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും എക്സാമ്പിൾ. ഇവ സാധാരണ നമ്പേഴ്സ് പോലെ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എക്സാമ്പിൾ സ്പീഡ്, ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് വഴി. നെക്സ്റ്റ് ഒരു കേസ് നോക്കുക. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞൊരു സെക്ഷനാണ് അടുത്തത് വരുന്നത്. അത് എന്താണെന്നാണ് അടുത്തത്. മോഷനിന് വരുന്ന വേറൊരു ടേമാണ് പാത്ത്. പാത്ത് എന്ന് വെച്ചാൽ the line joining the instantaneous position of a particle. The line joining the instantaneous position of a particle. Particle എന്ന് വെച്ചാൽ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഈവന്റ് അടങ്ങിയതിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്നല്ലെങ്കിൽ പാർട്ടിക്കിൾ. ആ ഒബ്ജക്റ്റ് നമ്മൾ പാർട്ടിക്കിൾ ആയിട്ട് പറയുന്നത്. ഓരോ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ ഓരോ ഇൻസ്റ്റന്റിൽ നമ്മൾ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ ട്രാക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിള് ഒന്നാമത്തെ സെക്കൻഡിൽ അത് ഇവിടെ ആയിരുന്നു, പിന്നീട് അത് ഇങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ അത് ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു, അടുത്ത സെക്കൻഡിൽ ഇങ്ങോട്ട് പോയി ഇവിടെ ഈ പാർട്ടിക്കിൾ. അപ്പോൾ ആ പാർട്ടിക്കിൾ ഓരോ ഇൻസ്റ്റന്റിൽ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ ചേർത്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിനെ പറയുന്ന പേരാണ് ദ പാത്ത് എന്ന് പറയുന്നത്. ദ പാത്ത് ഈസ് ദ ലൈൻ ജോയിനിങ് ദ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ഒരു മോഷനിലിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഇൻസ്റ്റന്റ് ഓരോ സെക്കൻഡ്, ഓരോ ടൈമിൽ, കുഞ്ഞു കുഞ്ഞു ഓരോ ടൈമിലുള്ള അതിന്റെ പൊസിഷൻ നമ്മൾ ട്രാക്ക് ചെയ്യണം. അപ്പൊ അത് ട്രാക്ക്
കാര്യം ഇവിടെ എത്തിയെങ്കിൽ അതെല്ലാം ചേർത്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് പാത്ത് എന്ന് പറയുന്നത്. The line joining the instantaneous position of a particle which is known as path. ഇനി ആ പാത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്ന രണ്ട് ടേംസ് ആണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെയും കമ്പാരിസൺ എക്സാമിന് ചോദിക്കുന്നതാണ്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അതിന്റെ കമ്പാരിസൺ ചോദിക്കുന്നുണ്ട്. സ്കെയിലേഴ്സ്, വെക്ടേഴ്സ് അതിന്റെ കമ്പാരിസൺ ചോദിക്കുന്നുണ്ട്. ഇതും ചോദിക്കുന്നതാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്നതിന്റെ കമ്പാരിസൺ. അപ്പൊ അതനുസരിച്ച് തന്നെ നമുക്ക് പോവാം. ഡിസ്റ്റൻസിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതണം. ഡിസ്റ്റൻസ് എന്താണ്? The length of the path traveled by a particle in a certain interval of time. എന്ന് വെച്ചാൽ ഒരു ഇന്റർവെൽ ഓഫ് ടൈമിൽ ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന പാർട്ടിക്കിൾ സഞ്ചരിച്ച ലെങ്ത്, ഇപ്പോൾ ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തം, ആ അർദ്ധവൃത്തത്തിന്റെ അതായത് സെമി സർക്കിളിൽ കൂടെ ഒരു പാർട്ടിക്കിൾ സഞ്ചരിച്ച് ഇവിടുന്ന് പോയി ഇവിടം വരെ വന്നു. അപ്പം ആ വന്ന ആ ലെങ്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിംപ്ലി പാത്ത് പോലെ തന്നെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. എന്താണ്? ഒരു ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡെഫിനിഷനിൽ തന്നെയുണ്ട് എന്താണ് ലെങ്ത്. ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ കമ്പാരിസൺ വരുന്ന ഒരു പോയിന്റ് കിട്ടും. യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ലെങ്തിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എൽ എന്ന് എഴുതാം. മീറ്റർ ആണ് യൂണിറ്റ്, ഡയമെൻഷൻ എൽ ആണ്. ഇനി ഡെഫിനിഷനിലോട്ട് വാ. The length of the path traveled by a particle in a certain interval of time. ഒരു certain interval of time എന്ന് പറയുന്നത് നമ്മളൊരു പീരീഡ് എടുക്കുന്നു. ഇപ്പോൾ 0 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ഒരു പാർട്ടിക്കിൾ സഞ്ചരിച്ച പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് പോയി മുകളിലോട്ട് താഴോട്ട് പോകും. ആ പാത്ത് ലെങ്തിനെ പറയുന്ന പേരാണ് എന്തെന്ന്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന്, അതായത് ഇനിഷ്യൽ പൊസിഷൻ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി ഫൈനൽ പൊസിഷൻ. ആ ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും ചേർത്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. The straight line joining from the initial position to final position, which is known as displacement. Displacement എന്നാൽ എന്താണ്? The straight line ആയിരിക്കണം. അതായത് ഇവിടെ നിന്ന് ഇപ്പം ഒരു പാർട്ടിക്കിൾ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ എത്തി. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആ ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷൻ, ഇനിഷ്യൽ പൊസിഷൻ മീൻസ് ആദ്യമേ ആ ഒബ്ജക്റ്റ് നിന്നിരുന്ന സ്ഥലം, പൊസിഷൻ, അതാണ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ അവസാന ടൈമിൽ ഒബ്സർവ് ചെയ്യുന്ന നിർത്തുന്ന ആ ടൈമിൽ നിൽക്കുന്ന സ്ഥാനത്തിനെ പറയുന്ന പേരാണ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ നമ്മൾ ആദ്യം ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നത് ഇവിടെയായിരുന്നു. പിന്നീട് അത് ഫൈനൽ പൊസിഷൻ ഇവിടെയായി. ആ സമയത്ത് ആ പാത്ത് ലെങ്തിനെ പറയുന്ന പേര് ഡിസ്റ്റൻസ് എന്നും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആ ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും ചേർത്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. The straight line joining from initial position to final position, which is known as displacement. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്. The shortest distance traveled by a particle. The shortest distance traveled by a particle. അതായത് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോണേക്കാൾ എളുപ്പത്തിൽ എത്തുന്ന വഴി. The shortest distance. അത് യഥാർത്ഥത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷേ the shortest distance ആണ്. The shortest distance traveled by a particle. അല്ലെങ്കിൽ മറ്റൊരു കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് the straight line joining from initial position to
ഫൈനൽ പൊസിഷൻ. അതായത് അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. എവിടുന്ന് എങ്ങോട്ടാ? ഫ്രം ഇനിഷ്യൽ പൊസിഷൻ, ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലോട്ടാണ്. അപ്പൊ ഡയറക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ എന്തെന്ന് പറയും? വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റി എന്തെന്ന് പറയും? വെക്റ്റർ ക്വാണ്ടിറ്റി. എവിടുന്ന് എങ്ങോട്ടാണ് ഡയറക്ഷൻ? ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലോട്ടാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് യൂണിറ്റ്? ലെങ്ത് ആണ് വരുന്നത്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡയമെൻഷൻ എന്ത് കിട്ടും? ക്യാപിറ്റൽ എൽ എന്ന് കിട്ടും. ഡയമെൻഷൻ എന്തെന്ന് കിട്ടും? ക്യാപിറ്റൽ. അതായത് യൂണിറ്റും ഡയമെൻഷനും ഒക്കെ ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെന്റിനും സെയിം ആണ്. പക്ഷെ ഡയറക്ഷൻ പറയുന്നത് കൊണ്ട് ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റി പറയുന്നില്ലാത്തത് കൊണ്ട് ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റി, ഡയറക്ഷൻ പറയുന്നത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇപ്പോൾ കമ്പാരിസൺ ചോദിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ, യൂണിറ്റ്, ഡയമെൻഷൻ, ഇത്രയും 4 പോയിന്റ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്കോളം കിട്ടും. ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഫിഗർ ഉണ്ട്. ഒരു സെമി സർക്കിളിന്റെ ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഫിഗർ വെച്ച് നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. എ എന്നുള്ള പൊസിഷനാണ് സ്റ്റാർട്ടിങ്. എ എന്നുള്ള പൊസിഷനാണ് സ്റ്റാർട്ടിങ്. ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. മൂവ് ചെയ്ത് ഒരു സെമി സർക്കിൾ പാർട്ടിക്കൂടെ ട്രാവൽ ചെയ്ത് സി ഡിയിലെത്തി. എയിൽ നിന്ന് തുടങ്ങി സിയിലെത്തി. സിയിൽ നിന്ന് പി. ഇത് ഇനിഷ്യൽ പൊസിഷൻ. മോഷൻ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ എ, മോഷൻ എൻഡ് ചെയ്ത പൊസിഷൻ ബി. എ ടു സി. അപ്പൊ ഇതിന്റെ ഈ സെമി സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ആർ എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ ആർ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സെമി സർക്കിൾ ഇത് ട്രാവൽ ചെയ്ത പാത്ത് ഇതാണ്. ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ. അതായത് ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര വരും? ഇതെന്ന് പറയുന്നത് ഒരു സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലേ? സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് സർക്കംഫറൻസ് എത്രയാണ്? ഫുൾ സർക്കിൾ. അതായത് സർക്കിളിന്റെ സർക്കംഫറൻസ് ആർ റേഡിയസ് ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. therefore അതിന്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുക്കുമ്പോൾ 2 ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? πr എന്ന് കിട്ടും. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? the line joining from initial position to final position. ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ബി ആണ്. ആ ലൈൻ ഏതാണ്? ഈ ലൈൻ. ഈ ലൈൻ എന്തുവാണ്? ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, വ്യാസമാണ്. സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ആ റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഡയമീറ്റർ എത്ര വരും? 2. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് πr എന്ന് കിട്ടും. വാല്യൂ നോക്കിക്കോ. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ് വരുന്നത്. ആർ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 റേഡിയസ് ഉള്ള 3.14 ആർ എന്ന് കിട്ടും, 2r എന്ന് കിട്ടും. ഇത് 2r-ഉം ഇത് 3.14 ആറും ആണ്. ഏതാ വലുത്? 2 ആണോ വലുത്? 3.14 ആണോ? 3.14 ആണ്. therefore ഡിസ്റ്റൻസ് ആണ് വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും വലുത്. അതായത് ഷോർട്ടസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ കമ്പാരിസണിൽ നിങ്ങൾക്ക് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാം. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഈക്വൽ എന്നുള്ള ഒരു പോയിന്റ് വരെ അത് പറയാം. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. ഒരു സെമി സർക്കിളിന്റെ കേസ് വെച്ച് നമ്മൾ അത് പ്രൂവ് ചെയ്തു. πr-ഉം മറ്റേത് ഡിസ്പ്ലേസ്മെന്റ് 2r-ഉം വരും. അപ്പോൾ 3.14 ആണ് ലാർജർ വാല്യൂ. ഡിസ്റ്റൻസ് അപ്പോഴേ മനസ്സിലാക്കാൻ വലുതാണ്. ഇനി ഒരു ഒബ്ജക്റ്റിനെ ഗ്രൗണ്ടിൽ നിന്നും മുകളിലോട്ട് ത്രോ ചെയ്തു. ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? എറിയുന്നു. മുകളിലോട്ട് പോയി താഴെ വന്നു.
മീറ്ററോ 100 മീറ്ററോ 200 മീറ്ററോ 2 മീറ്ററോ ഏതെങ്കിലും ഒരു വാല്യൂ ആവാം. അതുകൊണ്ട് നമ്മൾ h എന്നുള്ള രീതിക്ക് ഹൈറ്റ് എന്നുള്ള രീതിക്ക് കൊടുത്തേക്കുന്നു. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എറിയുകയാണ്, ഈ പൊസിഷനിൽ നിന്ന് എറിയുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ പോയി എത്ര h ആണ്. വീണ്ടും അതെന്ത് ചെയ്ത് ഇത്രയും ദൂരം താഴോട്ട് വരെയാണ് h. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h മുകളിലോട്ട് പോയത് പ്ലസ് വീണ്ടും h താഴോട്ട് വന്നത് എത്ര കിട്ടും? h 2h എന്ന് കിട്ടും. ഹൈറ്റ് എത്രയെന്ന് കിട്ടും? ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടും? 2h എന്ന് പറയും. 10 മീറ്റർ ആണ് അപ്പോഴെങ്കിൽ 10 മീറ്റർ താഴോട്ട് വരും. 10 10 20 അല്ലെങ്കിൽ 2 ടൈംസ് ഓഫ് 10 എന്നും വരും. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്തുവാണ്? The line joining from initial position to final position. ഇവിടെ ഇനിഷ്യലും ഫൈനലും എന്താണ്? സെയിം ആണ്. മുകളിൽ നിന്ന് പോയി താഴെ നിന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴെ തന്നെ എത്തി. എന്തെങ്കിലും അകലം ഉണ്ടാവും. ഇതിപ്പം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഇവിടുന്ന് പോയി ഇങ്ങനെ തന്നെ അടുത്തോട്ട് തന്നെ വന്ന് കിടക്കും, ആ എറിഞ്ഞ പൊസിഷനിൽ തന്നെ. വേറെ എന്തില്ലെങ്കിൽ നമ്മൾ ടാറ്റിനെയും മറ്റു എഫക്റ്റ് നെഗ്ലക്ട് ചെയ്തു എന്നുള്ളൊരു കണ്ടീഷൻ കൊടുത്താണ് പറയുന്നത്. അപ്പോൾ എന്തുപറ്റി? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അതിന്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അടുത്തടുത്ത് അത് തന്നെയാണ്, സെയിം ആണ്. പോയി അവിടെ തന്നെ തിരിച്ചു വന്നു. ദ ലൈൻ ജോയിൻ ഇത് നമ്മൾ എന്തെങ്കിലും ലൈൻ ജോയിൻ ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ത് വരും? 0 ആയിട്ട് വരും. അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ പറയാം. ഇവിടുന്ന് മുകളിലോട്ട് പോയി അത് സ്ട്രെയിറ്റ് ലൈൻ, വെർട്ടിക്കലി അപ്വേർഡ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ ഹൈറ്റിന് h എന്ന് കൊടുത്തു. ഇനി മുകളിലോട്ട് പോയ h താഴോട്ട് ഡയറക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ട്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്വേർഡ് കേസിന് നമ്മൾ h പോസിറ്റീവ് ആയിട്ടും ഡൗൺവേർഡ് കേസില് താഴോട്ട് വരുന്ന കേസിൽ h-നെ നെഗറ്റീവ് ആയിട്ട് എടുത്താൽ താഴോട്ട് വന്ന ഹൈറ്റിനെ -h കൊണ്ട് ഡിനോട്ട് ചെയ്യും. h -h, h-ന്ന് h പോയാൽ 0 എന്ന് കിട്ടും. h-ന്ന് h പോയാൽ 0. അങ്ങനെ മാത്തമാറ്റിക്കലി ഫിസിക്സിന്റെ മീനിങ് അപ്ലൈ ചെയ്യുമെങ്കിൽ ഇങ്ങനെ കിട്ടും, h - h which is equal to 0. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും ജോയിൻ ചെയ്യുന്നല്ലേ. വെർട്ടിക്കലി അപ്വേർഡ് മോഷന്റെ കേസിൽ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. മാക്സ് അപ്ലൈ ചെയ്ത് പറയുന്നെങ്കിൽ മുകളിലോട്ട് പോയ h-നെ പോസിറ്റീവായിട്ടും താഴോട്ട് വന്ന h-നെ നെഗറ്റീവായിട്ടും എടുക്കുമ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. h പ്ലസ് മൈനസ് h എന്ത് കിട്ടും? പ്ലസും മൈനസ് വരുമ്പോൾ മൈനസ് വരും. h മൈനസ് h വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താവാം? 0 ആവാം. ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം. ദെൻ അത് അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0. ഇറ്റ് ക്യാൻ ബി 0 ആവാം. പക്ഷെ ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആവത്തില്ല. 0യേക്കാളും വലിയ നമ്പറേ ആവത്തുള്ളൂ. ഇനി ഈ കേസ് നോക്കൂ, കേസ് 3. ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ വെർട്ടിക്കലി അപ്വേർഡ് ത്രോ ചെയ്തു. ഒരു കെട്ടിടം, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് കെട്ടിടത്തിന്റെ ഹൈറ്റ് ആണ് h മീറ്റർ എന്നിരിക്കട്ടെ. കെട്ടിടത്തിന്റെ ഹൈറ്റ് h മീറ്റർ എങ്കിൽ ആ h ഹൈറ്റ് ഒരു 250 മീറ്റർ ഹൈറ്റ് ഉള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് എറിയുന്നു. അപ്പൊ അത് മുകളിലോട്ട് പോകും. ഒരു 10-15 മീറ്റർ മുകളിലോട്ട് പോയെന്നിരിക്കട്ടെ. പോയ കല്ല് എന്ത് ചെയ്യും? തിരിച്ച് താഴോട്ട് വരും. ഇത്രയാണ് പറഞ്ഞത്. ഇവിടം വരെ 250 മീറ്റർ ആണ്. മുകളിലോട്ട് 15. അപ്പൊ 15 15 30. വീണ്ടും ഒരു താഴോട്ട് 250. കെട്ടിടത്തിന്റെ ഹൈറ്റ് 280 മീറ്റർ ആയിട്ട് വരും. ഡിസ്റ്റൻസ് എത്രയായിട്ട് വരും? 280 മീറ്റർ. അല്ലെങ്കിൽ നമ്മളിവിടെ വാല്യൂ മാറ്റി ഒരു ആൾജിബ്രായിക് ലെറ്റർ കൊടുക്കുന്നു. h ഹൈറ്റും ഇവിടെ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h ഡാഷ് അല്ലെങ്കിൽ h പ്രൈം എന്നൊക്കെ പറയും. h-ന്റെ മുകളിൽ ഒരു ലൈറ്റ് ആയിട്ടൊരു വര. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? h ഡാഷ് മുകളിലോട്ട് പോയി. എന്ത് ചെയ്തു? h ഡാഷ് മുകളിലോട്ട് പോയി.
എച്ച് ഡാഷ് മുകളിലോട്ട് പോയി, കെട്ടിടത്തിന്റെ ഹൈറ്റ് എച്ച്. ഇപ്പൊ മുകളിലോട്ട് പോയി, ഡിസ്റ്റൻസ് എത്ര വരും? എച്ച് ഡാഷ് മുകളിലോട്ട് പോയി ഇവിടെ വരെ എത്തി, വീണ്ടും എന്ത് ചെയ്യും? താഴോട്ട് വരും. അപ്പൊ അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് എത്ര ഉണ്ട്? വീണ്ടും പ്ലസ് ഒരു എച്ച് ഡാഷ് ഇവിടെ വരെ എത്തി, വീണ്ടും എന്ത് ചെയ്യും? താഴോട്ട് വരും. താഴോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ എത്രയാണ് ഡിസ്റ്റൻസ്? എച്ച് എന്ന്. ദാറ്റ് ഈസ് എച്ച് ഡാഷ് പ്ലസ് എച്ച് ഡാഷ് 2 എച്ച് ഡാഷ് എന്ന്